എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പനിക്കൂർക്ക വെച്ചൊരു ഐറ്റം നോക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പനിക്കൂർക്ക വെച്ച് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ പച്ചടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾ ആരെങ്കിലും പനിക്കൂർക്ക വെച്ച് എന്തെങ്കിലും ഇതേപോലെയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്തൊക്കെയാണെന്ന്. ഞാനിത് ആദ്യം 1-2 തവണ ട്രൈ ചെയ്ത് നോക്കി. അതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പനിക്കൂർക്ക എല്ലാവർക്കും അറിയാമല്ലോ. ഇതേപോലെ ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇലകൾ എടുക്കാം. ഞാൻ ഒരു പിടി ഇല മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. കൂടുതൽ ഇലയൊന്നും എടുക്കണ്ട. കൂടുതൽ ഇലയൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷമൊക്കെ ആയിരിക്കും. ഒരു പിടി ഇല മാത്രം മതി. ഞാനതിൽ നിന്ന് നല്ല ഇലയൊക്കെ നോക്കി ഒരു പിടി എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മൾ ചീരയൊക്കെ മുറുക്കി ഇടുന്നില്ലേ ചെറുതാക്കി, അതേപോലെ ചെറുതായൊന്ന് മുറിച്ചിട്ടെടുക്കണം. ഞാനിവിടെ മുഴുവൻ പനിക്കൂർക്കയിലയും ഇതേ രീതിക്ക് ചെറുതായി മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 4 പച്ചമുളകാണ്, എരിവിനാവശ്യമായ പച്ചമുളക് 4 ചെറുതായി അരിഞ്ഞിട്ടതും, 5-6 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും, പിന്നെ 2 തണ്ട് കറിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച ചുവ മാറുന്നവരെ നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് മുറിച്ചിട്ട പനിക്കൂർക്ക അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. ഞാനിതൊന്ന് കുറച്ച് സമയം ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. ഇതാ നമ്മുടെ പനിക്കൂർക്ക കൂടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഗ്യാസ് ഓഫാക്കിയ ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല കട്ട തൈരാണ് എടുക്കുന്നത്. ഞാനിവിടെ 2 കരണ്ടി നിറച്ച് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1.5 കപ്പോളം കട്ട തൈരുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒരു ഫോർക്ക് വെച്ച് ഒന്ന് അടിച്ച് ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ തൈരിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് എടുത്തത്. ഇനി അതിലേക്ക് ഈ വഴറ്റി റെഡിയാക്കി വെച്ച പനിക്കൂർക്കയുടെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് മിക്സാക്കി കൊടുക്കാം. തൈര് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കട്ടോ. ഇത് ആവശ്യത്തിനുള്ള തൈരാണ് ഞാൻ ചേർത്തത്. ഒരു പിടി പനിക്കൂർക്കയില മാത്രമല്ല എടുത്തത്. അതിന് 1.5 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പനിക്കൂർക്ക പച്ചടിയുടെ പരിപാടി. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പനിക്കൂർക്ക കൊണ്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇത് നമുക്ക് ദിവസവും കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആഴ്ചയിൽ 1-2 തവണയൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ്. വയറിനും ഒക്കെ നല്ലതാണ്. കൂടുതൽ കഴിക്കുമ്പോൾ വയറുവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ പനിക്കൂർക്ക കൂടുതലായിട്ട് നമ്മുടെ വയറ്റിലെത്തുമ്പോൾ ചിലപ്പോൾ വയറുവേദനയൊക്കെ വരും. അതുകൊണ്ട് ചെറുതായിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്ത് ഒരു പിടി മാത്രം എടുത്ത് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ പനിക്കൂർക്ക കഴിച്ചതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.